ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി നിയമിതനായ മൊജ്തബ ഖമേനിക്ക് പരിക്കേറ്റെന്ന വാർത്തയ്ക്കിടെ വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ മോസ്കോയിലേക്ക് മാറ്റിയതായി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. മൊജ്തബ ഖമേനിയെ അതീവ രഹസ്യമായി റഷ്യൻ സൈനിക വിമാനത്തിൽ മോസ്കോയിലേക്ക് മാറ്റിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട ആദ്യഘട്ട ആക്രമണങ്ങളിലാണ് മൊജ്തബയ്ക്കും പരിക്കേറ്റതെന്നാണ് സൂചന. അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം ഇസ്രയേൽ അമേരിക്കൻ ആക്രമണങ്ങൾക്കിടയിൽ ഇറാനിലെ ആശുപത്രികൾ പ്രതിസന്ധിയിലായതിനെ തുടർന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ടിടപെട്ടാണ് മൊജ്തബയ്ക്ക് ചികിത്സ വാഗ്ദാനം ചെയ്തത്. നിലവിൽ അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാത്തത് ഇറാൻ നേതൃത്വത്തെക്കുറിച്ച് പല സംശയങ്ങൾക്കും വഴിമാറുന്നുണ്ട്. മൊജ്തബയുടേതായി പുറത്തുവന്ന പ്രധാന പ്രസംഗം സെക്യൂരിറ്റി ചീഫ് അലി ലാരിജാനി തയ്യാറാക്കിയതാകാമെന്നും ഈ റിപ്പോർട്ടുകൾ പറയുന്നു. ഫെബ്രുവരി 28 നടന്ന ആക്രമണങ്ങൾ ഇറാന്റെ അധികാരഘടനയെ തന്നെ നടുക്കിയ സംഭവങ്ങളായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ആദ്യ തരംഗത്തിലെ ആക്രമണത്തിൽ മൊജ്തബ ഖമേനിയുടെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും മൊജ്തബ ഖമേനി ജീവൻ രക്ഷിച്ചുവെന്ന വാർത്ത പിന്നീട് പുറത്തുവന്നു. ഈ അതിജീവനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇറാന്റെ ഏറ്റവും രഹസ്യവും മികച്ച പരിശീലനം ലഭിച്ചതുമായ സുരക്ഷാ യൂണിറ്റായ നോപ്പോ ആയിരിക്കാമെന്നാണ് പല സുരക്ഷാ വിദഗ്ധരും വിലയിരുത്തുന്നത്. ഇറാന്റെ സിംഹാസനത്തിലേക്കുള്ള പിൻഗാമിയായി മൊജ്തബ ഖമേനി പ്രഖ്യാപിക്കപ്പെട്ടതോടെ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. സംഘർഷവും ആക്രമണങ്ങളും നിറഞ്ഞ ഒരു കഠിനഘട്ടത്തിലാണ് അദ്ദേഹം രാജ്യത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ കാരണങ്ങളാൽ അദ്ദേഹം പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ തുടരുകയാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവെന്ന നിലയിൽ അദ്ദേഹം നൽകിയ ആദ്യ സന്ദേശം പോലും സുരക്ഷാ പ്രോട്ടോകോളുകൾ കണക്കിലെടുത്താണ് വാർത്താവതാരകന്റെ ശബ്ദത്തിലൂടെ ലോകം കേട്ടത്. ഇതോടെ മൊജ്തബ എവിടെയാണ് എന്ന ചോദ്യം ആഗോള രാഷ്ട്രീയത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴും അദ്ദേഹത്തിന്റെ സുരക്ഷയും ഭാവിയുമാണ് ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സംഘർഷാവസ്ഥയിൽ അദ്ദേഹത്തിന് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടാകാമെന്നോ ചികിത്സയിൽ കഴിയുകയാണെന്നോ ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും അതിനിടയിലും അദ്ദേഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇറാന്റെ ഏറ്റവും ധീരവും പരിശീലനം നേടിയതുമായ പ്രത്യേക സുരക്ഷാ സേനകൾ രംഗത്തുണ്ട്. പൊതുവേദികളിൽ നിന്നുള്ള മൊജ്തബയുടെ ഈ വിട്ടുനിൽക്കൽ കേവലം ഒരു അദൃശ്യതയല്ല, മറിച്ച് ശത്രുവിന്റെ കണക്ക് കൂട്ടലുകളെ പാടെ തകർക്കുന്ന ഇറാന്റെ ഒരു യുദ്ധതന്ത്രമാണ്. തങ്ങളുടെ ഭാവി ഭരണാധികാരി എവിടെയാണെന്നോ എന്താണെന്നോ ശത്രുക്കൾക്ക് നിശ്ചയമില്ലാത്ത അവസ്ഥ സൃഷ്ടിക്കുക വഴി അവരെ കടുത്ത ആശയക്കുഴപ്പത്തിലേക്കും ഭീതിയിലേക്കുമാണ് ഇറാൻ തള്ളിയിട്ടിരിക്കുന്നത്. മൊജ്തബയെ ഒരു രഹസ്യായുധം പോലെ മറച്ചു പിടിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് ചുറ്റും ലോകത്തെ ഏറ്റവും വലിയ നിഗൂഢതയുടെ കവചം തീർക്കാൻ ഡഹ്റാന് സാധിച്ചു. ശത്രുക്കളുടെ ചാരക്കണ്ണുകൾക്ക് പിടികൊടുക്കാതെ ഏറ്റവും നിർണായകമായ സമയത്ത് മാത്രം ലോകത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള നീക്കമാണെന്നാണ് വിലയിരുത്തൽ. മൊജ്തബയുടെ ഓരോ ശ്വാസവും ഇറാന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അദ്ദേഹം ജീവനോടെയുണ്ടോ അതോ ഈ നിശബ്ദതയ്ക്ക് പിന്നിൽ മറ്റൊരു ചരിത്രം എഴുതപ്പെടുകയാണോ? ഉത്തരമില്ലാത്ത ഈ ചോദ്യങ്ങൾക്ക് മുകളിൽ നോപ്പോ തീർത്ത സുരക്ഷാ കവചം അത്രമേൽ ശക്തമാണ്. ഇറാന്റെ അധികാര തുടർച്ചയുടെ വിധി ഇപ്പോൾ നിൽക്കുന്നത് ഈ അതീവ രഹസ്യപ്പടയുടെ കൈകളിലാണ്. ഇറാന്റെ സുരക്ഷാ ഘടനയെ മനസ്സിലാക്കുമ്പോൾ നോപ്പോയുടെ പ്രത്യേകത കൂടുതൽ വ്യക്തമായി കാണാം. രാജ്യത്ത് ആർത്തേഷ് എന്നറിയപ്പെടുന്ന സാധാരണ സൈന്യമാണ് കരസേന, വ്യോമസേന, നാവികസേന, വ്യോമ പ്രതിരോധ സേന എന്നിവ ഉൾക്കൊള്ളുന്നത്. ഇതിനു പുറമെ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട മറ്റൊരു ശക്തമായ സൈനിക സംഘടനയാണ് IRGC. ഏകദേശം 1.2 ലക്ഷം സൈനികർ അടങ്ങുന്ന ഈ സേന നേരിട്ട് പരമോന്നത നേതാവിനോടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ നോപ്പോ IRGCയോടും സാധാരണ സൈന്യത്തോടും വ്യത്യസ്തമായ വളരെ ചെറിയതും പ്രത്യേകതയുള്ളതുമായ എലൈറ്റ് യൂണിറ്റ് ആണ്. ആഭ്യന്തര സുരക്ഷാ സാഹചര്യങ്ങളിലും നോപ്പോ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രതിഷേധങ്ങൾ, ബന്ദികളാക്കൽ സംഭവങ്ങൾ, ഭരണകൂടത്തിന് ഭീഷണിയായ സാഹചര്യം എന്നിവ കൈകാര്യം ചെയ്യുന്നതിനായി കറുത്ത വേഷത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക യൂണിറ്റുകളെ വിന്യസിക്കാറുണ്ട്. 1999 വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും പിന്നീട് വിവിധ ഘട്ടങ്ങളിലുണ്ടായ ആഭ്യന്തര സംഘർഷങ്ങളും നേരിടുന്നതിൽ ഈ സേന പ്രവർത്തിച്ചതായി വിദഗ്ധർ വിലയിരുത്തുന്നു. ഇവർക്കൊപ്പം പുടിന്റെ രഹസ്യ സേനയും ചേർന്നാണ് ഇപ്പോൾ മൊജ്തബയെ സുരക്ഷിതമാക്കിയതെന്നാണ് വാർത്തകൾ.